എന്നെ സർക്കാർ വിളിച്ചിട്ടാണല്ലോ ഞാൻ അവിടെ എത്തിയത്. അല്ലാതെ ക്ഷണിക്കപ്പെടാതെ ചെന്നിട്ടുള്ള ഒരാളല്ല ഞാൻ സംഗീത നാടക അക്കാദമിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്, കോൺക്ലേവിന് എത്തിയത്. ഞാൻ എൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനോടുള്ള വിയോജിപ്പാണ് അവിടെ രേഖപ്പെടുത്തിയത്. 50 ലക്ഷം വെച്ച് 3 പേർക്ക് കൊടുക്കുക എന്നൊക്കെയുള്ളൊരു രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ അത് മാത്രമല്ല, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് 3 മാസം ട്രെയിനിങ്ങും വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ്ങും കൊടുക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ കേട്ടപ്പോൾ ആത്മാഭിമാനമുള്ളൊരു ദളിത് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഹേർട്ടായി. അദ്ദേഹത്തിൻ്റെ പരാമർശം അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണല്ലോ. അദ്ദേഹം ജീവിച്ച പരിസരത്ത് നിന്ന് രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ആ പദപ്രയോഗം അദ്ദേഹത്തിൻ്റെ ജീവിത രീതിക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾക്കും ഒക്കെ യോജിച്ചതായിരിക്കും. പക്ഷേ നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതേപോലെ തന്നെ കൗണ്ടർ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹർട്ടാവും. എന്നെ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും. അതിനും ഒരു സാമൂഹികമായിട്ടുള്ളൊരു വശമുണ്ട്. വളരെ പ്രശസ്തങ്ങളായിട്ടുള്ള പാട്ടുകൾ സിനിമയിൽ പാടിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ മുഖം കാണാത്തത് ഇവിടുത്തെ സാമൂഹിക നിലയുടെ മറ്റൊരു വശമാണ്. അത് അദ്ദേഹം പഠിച്ചിട്ടില്ല. നിരവധി ഗാനങ്ങൾ സിനിമയിൽ പാടിയിട്ടുണ്ട്. എന്നിട്ട് എന്നെ അദ്ദേഹത്തിന് അറിയുന്നില്ല. അത് അദ്ദേഹം ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ ആയിരിക്കില്ലേ പാട്ടിൻ്റെ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലും പൊതുവെ പാട്ടുകൾ അധികം ഉണ്ടാവാറില്ലല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.